ഹലോ എവ്രിവൺ, എല്ലാവർക്കും സ്വാഗതം. കുടുംബത്തിന്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ കുടുംബത്തോടൊത്ത് നിങ്ങളും പങ്കുചേരണം. ഞാൻ പഠിപ്പിച്ചു കൊടുത്തതുപോലെ എല്ലാവരും കൃത്യമായി ചെയ്തു. ഇന്ന് ഞങ്ങൾ കുടുംബസമേതം വന്നിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തോടൊത്ത് ഒരു കുടുംബത്തിൽ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ഒത്തൊരുമിച്ച് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. അതാണ് ഈ പ്രോഗ്രാമിന്റെ മനോഹാരിത. ഏതാനും മാസങ്ങളായി നാം അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. യൂട്യൂബ് ചാനലിൽ മാസത്തിൽ ഒരു എപ്പിസോഡായി കാണുന്നുമുണ്ട്. പലരും തങ്ങളുടെ സാക്ഷ്യങ്ങളും അഭിപ്രായങ്ങളും പങ്കിടുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ ചർച്ച വളരെ പ്രോത്സാഹജനകമായതുകൊണ്ട് കുടുംബജീവിതത്തിൽ അത് പാലിക്കുന്നു. അത് കുടുംബജീവിതത്തെ ഉയർത്തി എന്നൊക്കെ. ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്. തുടർന്നും സാക്ഷ്യങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കിടൂ. ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. മോളെ കിറ്റി, എല്ലാവരോടും ഒരു വലിയ ഹൈഫൈ പറഞ്ഞേ. വളരെ നല്ലത്. ഇന്നത്തെ വിഷയം വളരെ രസകരമാണ്, വളരെ ഉന്മേഷം പകരുന്ന വിഷയമാണ്. അതാണ് വിമർശനം. ഈ വാക്ക് പറയുമ്പോഴേ ഇടിവെട്ടുന്നത് പോലെയുണ്ട് അല്ലെ? വിമർശനവും അത് കാരണം നാം അഭിമുഖീകരിക്കുന്ന അസ്വസ്ഥതയും. വിമർശനം കേൾക്കുമ്പോൾ അതിനെ നമ്മൾ തെറ്റായിട്ട് എടുക്കുന്നു. അത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പോക്കിനെ ബാധിക്കുന്നു. അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു, നമ്മളിലൊരു മുറിവുണ്ടാക്കുന്നു. ഇതെല്ലാമാണ് സഹിക്കാനാവാത്തതെന്നാണ് ജനങ്ങൾ പറയുന്നത്. സോ ഇന്ന് വിമർശനത്തിൻ്റെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. അതായത് നല്ല കഴിവുള്ള പലരും അത് പ്രദർശിപ്പിക്കുന്നു. ചെറിയ കുട്ടികൾ വളരെ നന്നായി പാടുന്നു, ജനങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, പല വീഡിയോകളിലൂടെയായിട്ട് നമുക്ക് പുതിയ അറിവുകൾ ലഭിക്കുന്നു. ഇതെല്ലാം നല്ലതാണ്. പക്ഷേ വീഡിയോ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ കമൻറ്റ് സെക്ഷൻ കാണാൻ പറ്റും. വീഡിയോ ഇട്ടിരിക്കുന്നവരുടെ നേരെ വിമർശനത്തോടെയുള്ള കമൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പലരും ഉണ്ടാവും, അതിനൊരു ഗ്രൂപ്പും ഉണ്ട്. സോ നമുക്കിപ്പോൾ ചർച്ച ചെയ്യാനുള്ളത്, ആരാണ് ഇത്തരത്തിൽ വിമർശിക്കുന്നത്? എങ്ങനെയുള്ളവരാണ് വിമർശിക്കുന്നത്? എന്തിനാണ് അവർ എന്നെ വിമർശിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നമ്മൾ എങ്ങനെയാണ് വിമർശനത്തെ നേരിടേണ്ടത്? എങ്ങനെയാണ് വിമർശനത്തെ തരണം ചെയ്യേണ്ടത്? അതിനെ എങ്ങനെ കാണണം? വിമർശനങ്ങൾ നമ്മെ മുറിവേൽപ്പിക്കുന്നു, അസ്വസ്ഥരാക്കുന്നു, ശ്രദ്ധ തിരിപ്പിക്കുന്നു. സോ എങ്ങനെയാണ് നാം വിമർശനത്തിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ടത്? യേശുക്രിസ്തു തന്ന വിജയകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോ അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പോ ഡാനി, വിമർശനത്തെ പറ്റി എന്താണ് അഭിപ്രായം? വലത്തോട്ടോ ഇടത്തോട്ടോ നോക്കരുത്, പുറകോട്ട് നോക്കരുത്. ഓക്കെ, എനിക്കിപ്പോൾ വിമർശനം എന്ന വാക്ക് കേട്ടപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഓർമ്മ വന്നത്. ഒന്ന് ഡോക്ടർ പോൾ ദിനകരന്റെ ഫാമിലിയും മറ്റൊന്ന് ജീസസ് കോൾസ് മിനിസ്ട്രിയും. സോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ബിസിയാണ്. നമ്മുടെ വളർച്ച കാണുമ്പോൾ ചിലർക്കത് സഹിക്കില്ല, അവർക്ക് അങ്ങോട്ട് ദഹിക്കില്ല. അവര് തെറ്റായ കാര്യങ്ങളൊക്കെ പറയും. അതൊക്കെ നാം ചെയ്യാത്ത കാര്യങ്ങളാണ്. നമ്മുടെ പേരിന് കളങ്കമേൽപ്പിക്കാനും മിനിസ്ട്രിയെ തരം താഴ്ത്താനും തങ്ങളാലാവുന്നത്ര അവർ ശ്രമിച്ചു നോക്കുന്നു. പക്ഷേ അതൊന്നും ഫലിക്കുന്നില്ല. കാരണം ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു. നമ്മുടെ പേരും ഗ്രൂപ്പുകളും കുടുംബവും എല്ലാം സംരക്ഷിക്കുന്നു. എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത്, അവൻ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ്. അവൻ എന്നോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഒരുപാട് പണം ചിലവാക്കി ഒരുപാട് പ്രോപ്സ് ഇൻവെസ്റ്റ് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ഒരുപാട് ലൈറ്റ്സ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ വിലപിടിപ്പുള്ള ക്യാമറ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഞാൻ അവനോട് വിശദീകരിച്ചു, എങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക വിധം നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനാകൂ. ഞാൻ പറഞ്ഞത് അവന് മനസ്സിലായില്ല. പകരം അവനെന്നെ വിമർശിക്കുകയാണ് ചെയ്തത്. പിന്നീടൊരിക്കൽ അവനൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. ആദ്യം അവൻ അത് ഒരു സാധാരണ മൊബൈൽ ഫോൺ കൊണ്ടാണ് തുടങ്ങിയത്. എന്നിട്ട് അവൻ യൂട്യൂബിലെ ചില വീഡിയോസ് കണ്ടു. അതിനുശേഷം അവൻ അത് ഡെവലപ്പ് ചെയ്തു. അവൻ ഗ്രീൻ സ്ക്രീനുകളും വിലപിടിപ്പുള്ള ക്യാമറകളും നല്ല ലൈറ്റുകളും ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തു. അപ്പോഴാണ് ഒരുപാട് പണം ചെലവാക്കിയാലേ നമുക്ക്
നല്ല ഔട്ട്പുട്ട് കൊടുക്കാനാവൂ എന്ന് മനസ്സിലാക്കിയത്. അതോടെ അവൻ വിമർശിക്കുന്നത് നിർത്തി, എന്നിട്ട് വിമർശിക്കുന്ന മറ്റുള്ളവരെ മാറ്റാനായിട്ടും ശ്രമിച്ചു. എൻ്റെ ഡാഡി മിനിസ്ട്രി ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ദൈവം കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തെ തൊട്ടു. അന്ന് ഒരാൾ എപ്പോഴും പ്രസംഗിക്കുമായിരുന്നു, എന്തിനാണ് ഡാഡി പ്ലെയിനിൽ യാത്ര ചെയ്യുന്നത്? മറ്റ് സ്ഥലങ്ങളിൽ ചെന്ന് ശുശ്രൂഷ ചെയ്യുന്നത് എന്തിനാണ്? യേശുക്രിസ്തു പ്ലെയിനിലാണോ പോയത്? യേശു നടന്നല്ലേ പോയത്? അതുകൊണ്ട് ഡാഡി ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് നടന്നുപോയി പ്രസംഗിക്കണം. എന്നാൽ അവർക്ക് ദർശനമുണ്ടായിരുന്നില്ല, കോടിക്കണക്കിന് ജനങ്ങളെ സുവിശേഷം അറിയിക്കണമെന്ന്. അവർക്ക് ഒരു ദർശനമില്ല. ദർശനമില്ലെങ്കിൽ ജനങ്ങൾ നശിക്കും. വിമർശനം കൊണ്ട് ജനങ്ങൾ നശിക്കും. അവർ മറ്റുള്ളവരെയും നശിപ്പിക്കും. പക്ഷേ ദൈവകൃപയാൽ എൻ്റെ ഡാഡി അതൊന്നും കണക്കാക്കിയില്ല. പ്ലെയിൻ ഒരു സൗകര്യം മാത്രമാണ്. പക്ഷേ നാം സമയം ചെലവാക്കണം, ജീവിതം കൊടുക്കണം. അതുപോലെ കുടുംബത്തോടൊത്തിരിക്കാൻ സമയമുണ്ടാക്കണം, ജനങ്ങൾക്കായി സമയം ഒതുക്കണം, മറ്റുള്ളവർക്കായി അകമഴിഞ്ഞ് പ്രവർത്തിക്കണം, ജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കണം. അതെ, അവരവർക്ക് അനുഭവം ഉണ്ടാകുമ്പോഴേ അറിയൂ. ഇന്ന് എല്ലാ ശുശ്രൂഷകരും പ്ലെയിനിൽ യാത്ര ചെയ്യുന്നു, എല്ലാ ശുശ്രൂഷകരും ലോകമെങ്ങും സഞ്ചരിക്കുന്നു. അതുകൊണ്ട് പ്ലെയിനിൽ പോകുന്നു എന്ന വിമർശനം നിന്നു. സോ അതെന്തായാലും നന്നായി. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ യേശുവിനെയും ജനങ്ങൾ ഇതുപോലെ തന്നെ വിമർശിച്ചിരുന്നു. മാർക്കോസ് 2:15 വായിച്ചാൽ പാപികളോടൊത്ത് ഭക്ഷണം കഴിച്ചതിന് യേശുവിനെ വിമർശിച്ചു. അതുപോലെ ശാബത്ത് നാളിൽ രോഗികളെ സൗഖ്യമാക്കിയതിനെ പരീശന്മാരും യേശുവിനെ വിമർശിച്ചു. സോ നല്ല കാര്യങ്ങൾ ചെയ്തു. അതെ, മറ്റൊരു വചനം പറയുന്നു, യേശു ജനങ്ങളുടെ മധ്യേ നടന്ന് നല്ല പ്രവൃത്തികൾ ചെയ്തുവെന്ന്. അതാണ് യേശുവിൻ്റെ സ്വഭാവം. യേശു തന്നെക്കുറിച്ച് പറയുന്ന നുണകളെക്കുറിച്ച് കാര്യമാക്കിയില്ല, അതുപോലെ വിമർശനങ്ങൾക്കും ചെവി കൊടുത്തില്ല. അങ്കിൾ പറഞ്ഞതുപോലെ തൻ്റെ കാര്യത്തിൽ മാത്രം അദ്ദേഹം ശ്രദ്ധിച്ചു, നല്ലത് ചെയ്തു, എല്ലായിടത്തും ചുറ്റി നടന്ന് ജനങ്ങളെ സൗഖ്യമാക്കി. മന്ത്രവാദങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിച്ച് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അപ്പോൾ നമ്മൾ യേശുവിനെ പിന്തുടരണം, യേശുവിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം, എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. അതെ, അവർ യേശുവിനെ സാത്താൻ എന്ന് വിളിച്ചു. പിശാച് ബാധിച്ചവരെ യേശു രക്ഷിച്ചു. അത് കേട്ട യേശുവിന്റെ ഹൃദയം എത്ര വേദനിച്ചു കാണും. യേശു മനുഷ്യരൂപത്തിൽ ദൈവമായിരുന്നു, എന്നിട്ടും സാത്താൻ എന്ന് വിളിച്ചു. പക്ഷെ 1% യേശുവിനെ ദുഷിച്ചുവെങ്കിലും 99% ജനങ്ങൾ യേശുവിനെ സ്നേഹിച്ചു, യേശുവിനെ അനുഗമിച്ചു. എന്നിട്ടും യേശു തന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ജോലി ചെയ്യാനല്ല വന്നത്. വിമർശകരോട് അദ്ദേഹം പറഞ്ഞു, എന്റെ പിതാവിന്റെ ദൗത്യം നിറവേറ്റാനാണ് ഞാൻ വന്നത്. യേശുവിന്റെ ദൃഷ്ടി എപ്പോഴും സർവശക്തനായ ദൈവത്തിന്റെ മേലായിരുന്നു. സോ നീ പറഞ്ഞത് ശരിയാണ്, നമ്മുടെ ദൃഷ്ടി എപ്പോഴും സർവശക്തനായ ദൈവത്തിൽ ആയിരിക്കണം. നാം സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണ് ജനങ്ങൾ വിമർശിക്കുന്നതെന്ന് നോക്കിയാൽ നമ്മളിപ്പോൾ അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ദൈവം നമുക്ക് പ്രവർത്തിക്കാൻ ഒരു വലിയ ദർശനം തരും. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും അത്. വളരെ വലിയ കാര്യം. പക്ഷേ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. കാരണം അവരുടെ കാഴ്ചപ്പാട് വളരെ ചെറുതാണ്. അവർക്കൊരു നിശ്ചിത സംസ്കാരം ഉണ്ടായിരിക്കും, നിശ്ചിത പരിസ്ഥിതി ഉണ്ടായിരിക്കും, ഒരു നിശ്ചിത ചിന്താഗതി. അങ്ങനെയാണ് അവർ വളരുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ വലിയ ദർശനത്തെ മനസ്സിലാക്കാനാകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ലെവലിൽ ചിന്തിക്കാനും സാധിക്കുന്നില്ല. അതാണ് വിമർശിക്കുന്നത്. അവരെ നീ പറഞ്ഞതുപോലെ മനസ്സിലാക്കും, നിന്റെ സുഹൃത്തിനെ പോലെ. അവൻ മനസ്സിലാക്കി. രണ്ടാമതായിട്ട് നമ്മൾ ചില സെലിബ്രിറ്റീസിനെ നോക്കും. അവരുടെ ജീവിതം എത്ര ആവേശകരവും പ്രസരിപ്പും ഉള്ളതാണ്. അതുകൊണ്ട് നാം സന്തോഷിക്കും, ജീവിതം നയിക്കും. അതുപോലെ ചിലർ മറ്റുള്ളവരെ വിമർശിച്ച് അവരെ പിടിച്ച് താഴേക്ക് തള്ളിയിടും. കാരണം അവർ ജീവിതത്തിൽ അടിതെറ്റി താഴെ വീണവരാണ്. അതിലവർ സന്തോഷം കണ്ടെത്തുന്നു. ജനങ്ങളെ താഴേക്ക് താഴ്ത്തുക, അത് ശരിക്കും അസൂയയാണ്. കാരണം സ്വയം നശിച്ചതുകൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കണമെന്ന് അവർ കരുതുന്നു. ഈ പ്രവൃത്തി തന്നെയാണ് സാത്താനും ഇവിടെ ചെയ്തത്. കാരണം അവനെ സംബന്ധിച്ച് എല്ലാവരെയും താഴെ തള്ളിയിടണം, അവന്റെ ലെവലിലേക്ക് താഴെ ഇറക്കണം. അതുകൊണ്ട് അവൻ കുറ്റം പറഞ്ഞും പലതരത്തിലുള്ള പഴി ചുമത്തിക്കൊണ്ടുമിരുന്നു. സ്വർഗത്തിൽ ദൈവത്തിന് മുന്നിൽ നിന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു എന്ന് ബൈബിളിൽ അത് പറയുന്നുണ്ട്. അതാണ് അവൻ ഇയ്യോബിനോട് ചെയ്തത്. നീ അവനിൽ നിന്നും നിന്റെ കൈയെടുത്ത് മാറ്റി നോക്ക്. അപ്പോൾ ഇയ്യോബ് നിന്നെ തള്ളിപ്പറയുന്നതും നിന്നെ വഞ്ചിക്കുന്നതും അവൻ നിന്നെ ഉപേക്ഷിക്കുന്നതും കാണാം. നിന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. അതിനാൽ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ, കുറ്റങ്ങൾ ആരോപിക്കുമ്പോൾ, ജനങ്ങളുടെ മനസ്സ് വേദനിക്കുമ്പോൾ നമ്മളിവിടെ സാത്താന്റെ അതേ മനോഗതിയാണ് സ്വീകരിക്കുന്നത്. അവരെ കൊല്ലാതാക്കണം, ഇല്ലാതാക്കണം, അവരെ ചീത്ത വിളിച്ചും തെറ്റായി വിമർശിച്ചും ഒക്കെ.
അത് സാത്താന്റെ മനോഗതിയാണ്. അതുകൊണ്ട് നാം വളരെയധികം ശ്രദ്ധിക്കണം. സാത്താന്റെ മനോഗതി തിരഞ്ഞെടുക്കരുത്. നാം ദൈവത്തിന്റെ മക്കളാണ്. നാം അറിയാതെ മറ്റുള്ളവരെ വിമർശിക്കുന്നു, അവരെ വേദനിപ്പിക്കുന്നു, അവരെ താഴെയിടാനായി പരമാവധി പരിശ്രമിക്കുന്നു. അത് ശരിക്കും സാത്താന്റെ നശീകരണ ശക്തിയാണ്. നാം നമ്മുടെ മനസ്സിലേക്ക് സാത്താന്റെ മനോഭാവം കൊണ്ടുവരുന്നു. ഇത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെ, വളരെ ശരിയാണ്. സാത്താൻ യൂദാസിന്റെ ചെവിയിൽ സംസാരിച്ചു. യേശുവിനെ കാട്ടിക്കൊടുക്ക്, യേശുവിനെ തള്ളിപ്പറയൂ എന്ന്. യേശുവിനെക്കുറിച്ച് തെറ്റായ ചിന്തകൾ ഉണ്ടാക്കിക്കൊടുത്തു. യേശു യഹൂദന്മാരുടെ രാജാവാകാൻ പോവുകയാണ് എന്നും മറ്റും. ഒടുവിൽ യൂദാസ് വിമർശനം കേൾക്കാനായി ചെവി തുറന്നപ്പോൾ കൊലയാളിയായ സാത്താൻ പറഞ്ഞതിന് സാത്താൻ യൂദാസിന്റെ അകത്ത് കടന്നു. യോഹന്നാൻ 13:27. എന്നിട്ട് യേശു യൂദാസിനെ കണ്ടു. സുഹൃത്തെ, നീ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷേ അത് അവന് പരിവർത്തനമുണ്ടാക്കില്ല. ഒടുവിൽ സാത്താൻ ഉള്ളിൽ പ്രവേശിച്ച് അവനെക്കൊണ്ട് വിമർശനം ചെയ്യിപ്പിച്ചു. യേശുവിനെ അവൻ ഒറ്റിക്കൊടുത്തു. അവനെക്കൊണ്ട് ആത്മഹത്യ ചെയ്യിച്ചു. യെശയ്യാവ് 28:22 പറയുന്നു, ആകയാൽ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളാകരുത്. ഒരാളെക്കുറിച്ച് തെറ്റായി നിങ്ങൾ വിമർശിക്കരുത്. അതിൽ നാം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. മറ്റൊരു ഭാഗത്ത് വിമർശനം കാരണം നാം മുറിവേൽക്കപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ വളരെ എളിമയുള്ളവരാണ്, ജനങ്ങളാൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആരെങ്കിലും നമ്മെക്കുറിച്ച് തെറ്റായി സംസാരിക്കുമ്പോൾ അയാൾ എനിക്കെതിരാണ്, അയാൾക്ക് എന്നെ ഇഷ്ടമല്ല, എന്നെ അയാൾ വെറുക്കുന്നു എന്നൊക്കെ നമ്മൾ കരുതും. ആ ഫീലിംഗ് നമുക്ക് താങ്ങാൻ സാധിക്കില്ല. അതായത് നമുക്കെതിരെ ഒരാളുണ്ടെന്നത്. അവരിൽ നിന്നും വിമർശനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കുന്നു. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം, അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ഇന്ന് നമ്മൾ സ്നേഹം ആഗ്രഹിക്കുന്നതും സ്നേഹം പ്രതീക്ഷിക്കുന്നതും ഒരാളിൽ നിന്നാണ്, അത് യേശുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇയ്യോബ് ഒടുവിൽ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും എനിക്ക് പ്രശ്നമില്ല. സാത്താൻ എന്ത് കൊണ്ടുവന്നാലും ദൈവം എന്നെ ഇതിലേക്ക് നയിക്കുകയാണെങ്കിലും എൻ്റെ ദൃഷ്ടി യഹോവയിങ്കലേക്കാണ്. യഹോവ തന്നത് അത് തിരിച്ചെടുത്തിരിക്കുന്നു. എന്നിരുന്നാലും എൻ്റെ ദൃഷ്ടി യഹോവയിലായിരിക്കും. യഹോവ എൻ്റെ ദൈവമാണെന്ന് എനിക്കറിയാം. ദാവീദ് പറഞ്ഞത്, എന്നെ ആര് ശപിച്ചാലും സാരമില്ല, ദൈവം എന്നെ വഴി നടത്തും. എൻ്റെ നന്മ അവനറിയാം, അവനാണിത് അനുവദിച്ചത്. എന്നാലും ഞാൻ അവനെ പിന്തുടരും. അതാണ് ഏറ്റവും മഹത്തായത്. അപ്പോൾ നമ്മൾ യേശുവിങ്കിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് നാം നടക്കേണ്ടത്, വിമർശനത്തിന്റെ നടുവിലൂടെ. ഈ പറഞ്ഞത് വളരെ ശരിയാണ്. വിമർശനം കാരണം നമ്മുടെ ശ്രദ്ധ തിരിയുന്നു. ഉടനെ നമ്മൾ വിചാരിക്കും, എന്തിനാണ് അവർ ഇങ്ങനെ പറയുന്നത്, എന്താണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ സത്യത്തിൽ അങ്ങനെയാണോ? പക്ഷെ നമ്മെ സംബന്ധിച്ച് നാം ചെയ്യേണ്ടതായ കാര്യം, നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യേശു നമ്മെ ആലിംഗനം ചെയ്ത് പറയണം, നീ നല്ല കാര്യം ചെയ്തു ദാസനെ, വിശ്വസ്ത ദാസനെ, നീ നല്ലത് ചെയ്തു. അതാണ് നാം ലക്ഷ്യമാക്കേണ്ടത്. അതുകൊണ്ട് വിമർശനം ചെയ്യുന്നവരായാലും വിമർശനത്താൽ ബാധിക്കപ്പെടുന്നവരായാലും നാം ഓർക്കേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ ഓരോ വാക്കുകളെക്കുറിച്ചും ദൈവം ചോദിക്കും. ഭൂമിയിൽ നാം ചെയ്ത ഓരോ പ്രവൃത്തികളെക്കുറിച്ചും തീർച്ചയായും ദൈവം ചോദിക്കും, നീ എന്തിനാണ് ഇവനെക്കുറിച്ച് പറഞ്ഞത്, എന്തിനാണ് എൻ്റെ ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞത്? അപ്പോൾ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കണം. അന്ന് നമുക്ക് ഒഴിവ് കഴിവ് പറയാനാവില്ല. ദൈവത്തിനൊന്നു മാത്രമേ വേണ്ടൂ. സ്വർഗത്തിലെത്തുമ്പോൾ നമ്മെക്കുറിച്ച് ദൈവം അഭിമാനിക്കണം. നാം അതിനായി പ്രവർത്തിക്കണം, അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കരുത്. ഈ അടുത്തിടെ ഒരു സ്ഥാപനത്തിന്റെ മേലധികാരിയെ ഞാൻ കാണാനിടയായി. അവരുടെ കീഴിൽ ഒരുപാട് പേർ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനും അവരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അവരെക്കുറിച്ച് അനവധി പേർ എന്നോട് കുറ്റം പറയാറുണ്ട്. അവരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഇതെല്ലാം താങ്ങുന്നത്? പലരും നിങ്ങളെ വിമർശിക്കുന്നു, അതുപോലെ തന്നെ പലരും നിങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള അപവാദങ്ങൾ പറയുന്നു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ശില്പ, എന്റെ ഒരേ ഒരു പേടി ഇതാണ്, ഒരിക്കൽ ദൈവം എന്നോട് ചോദിക്കും, നീ ജീവിതത്തിൽ എന്താണ് ചെയ്തത്? ഞാൻ എന്തു പറഞ്ഞാലും എന്ത് പ്രവൃത്തികൾ ചെയ്താലും ദൈവം എന്നോടത് ചോദിക്കും. അതിനാൽ ഞാൻ വിശ്വസ്തയോടെ ജീവിക്കും. എന്നെക്കുറിച്ച് വിമർശിക്കുന്നത് ഞാൻ കാര്യമാക്കാറില്ല. തെറ്റായ കാര്യങ്ങൾ പരത്തുന്നതും ഞാൻ കാര്യമാക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ വിൽപ്പവറും ദൈവം കൊടുത്ത ധൈര്യവും കൊണ്ട് അവർ ഇന്ന് വളരെ ഉയരത്തിലാണ്. കുടുംബത്തിലും ജോലിസ്ഥലത്തും പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, അതാണ് യേശു ചെയ്തത്. ജനങ്ങൾ യേശുവിനെ കുരിശിലാക്കിയപ്പോൾ, അതായത് അസൂയ കാരണം, എന്നിട്ടും യേശു പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല. അങ്ങനെ യേശു പറഞ്ഞുകൊണ്ടേയിരുന്നു, സുഹൃത്തെ, നീ എന്തിനാണിപ്പോൾ വന്നത്?
യേശു മാപ്പ് കൊടുത്തുകൊണ്ടേയിരുന്നു. മരണത്തിന് ശേഷം യേശു 3-ാം നാൾ ഉയിർത്തെഴുന്നേറ്റു. അതെ, വിമർശനം കൊല്ലും, അത് നമ്മുടെ ഹൃദയങ്ങളെ തകർക്കും. എന്നാൽ പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയില്ല, ഇവരെ സാത്താനാണ് നയിക്കുന്നത്, ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ ഉയരത്തിലെത്തിക്കും. ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് യേശു രാജാതി രാജാവും ദേവാതി ദേവനുമാണ്. ദൈവം നമ്മെയും ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തുന്നതാണ്. വിമർശനത്തിലൂടെ കടക്കേണ്ടി വന്നാലും നാം പറയണം, ദൈവമേ, ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാനാണ് യേശു പറഞ്ഞത്. നിങ്ങളെ വിമർശിക്കുന്ന ഏവർക്കും വേണ്ടി പ്രാർത്ഥിക്കൂ. എന്റെ പ്രശസ്തി കാരണം എന്നെക്കുറിച്ച് ദൂഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അസൂയ കാരണം മോശമായ തെറ്റായ കാര്യങ്ങൾ പറയുന്നു. അതാണ് നമ്മുടെ ഹൃദയം തകർക്കുന്നത്. അവർ സത്യം പറഞ്ഞാൽ അത് അർത്ഥവത്താണെങ്കിൽ അത് ആരുടെയും ഹൃദയത്തെ തകർക്കില്ല. പക്ഷേ സാത്താൻ ജനങ്ങളിലൂടെ കൊണ്ടുവരുന്ന നുണകളാണ് എല്ലാവരുടെയും ഹൃദയങ്ങളെ തകർക്കുന്നത്. യേശു പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഇത് പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ഡാഡിക്ക് കിഡ്നി ഫെയിലിയർ ഉണ്ടായിരുന്നപ്പോൾ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു. ദൈവം പറഞ്ഞു, ജനങ്ങൾ നിന്നെ അന്യായമായി വിമർശിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിന്നോട് യൂണിവേഴ്സിറ്റി നിർമ്മിക്കാൻ പറഞ്ഞതുകൊണ്ടാണിത്. അത് 1985 അന്ന് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ടില്ല. ചിലർ പറഞ്ഞു അത് നിങ്ങളുടെ മനസ്സിലുള്ളതാണ് എന്നൊക്കെ. അത് നിന്റെ ഹൃദയത്തെ തകർത്തിരിക്കുന്നു. നീ ഹൃദയത്തിലേക്ക് അത്തരം ചിന്തകളെ കൊണ്ടുവരാൻ സാത്താനെ അനുവദിച്ചതുകൊണ്ടാണ്. വിമർശനങ്ങളിലൂടെയാണ് സാത്താന്റെ ചിന്തകൾ മനസ്സിലേക്ക് കടക്കുന്നത്. അതാണ് നിന്റെ കിഡ്നിക്ക് തകരാറുണ്ടാക്കിയത്. ഇന്ന് എന്നിലേക്ക് മാത്രമേ നോക്കൂ എന്ന് തീരുമാനിക്കേ. ഞാനാണ് പറഞ്ഞത്, ഞാനത് നിറവേറ്റും. എന്നിട്ട് ദൈവം പറഞ്ഞു, എന്നെ വിശ്വസിക്കേ. വളരെ ചുരുങ്ങിയ ജനങ്ങളുടെ വിമർശനങ്ങൾ, വളരെ കുറച്ച് വിമർശകർ 1% ഉണ്ടാകൂ. 1% പോലും ഉണ്ടാവില്ല. 0.1%, 99.9% നിന്നെ സ്നേഹിക്കുന്നു. നീ അവരെ നോക്കുന്നില്ല. യേശു പറഞ്ഞു, നീ 99.9%നെ നോക്കുന്നില്ല. അനേക ലക്ഷം ജനങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു ദിനകരൻ. നീ 0.1% ജനങ്ങളെയാണ് നോക്കുന്നത്. അവർ അസൂയ കൊണ്ടാണ് നിന്നെ വിമർശിക്കുന്നത്. ഇന്ന് നീ എന്നിലേക്ക് നോക്കൂ. നിന്നെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ നോക്കൂ. നിന്റെ കൂടെ നിൽക്കുന്ന കുടുംബാംഗങ്ങളെ നോക്കൂ. അതിനവരെ പ്രശംസിക്കൂ, അവർക്ക് നന്ദി പറയൂ. ഈ 0.1% ജനങ്ങൾ നിന്നെ വിമർശിക്കും തോറും ഞാൻ നിന്നെ കൂടുതലായി അനുഗ്രഹിക്കും, കൂടുതലായി അനുഗ്രഹിക്കും, കൂടുതലായി അനുഗ്രഹിക്കും. അതാണ് യേശു പറഞ്ഞത്. ജനങ്ങൾ വിമർശിക്കുമ്പോൾ ആഹ്ലാദിക്കുവിൻ, ജനങ്ങൾ ആക്ഷേപിക്കുമ്പോൾ ആഹ്ലാദിക്കുവിൻ. കാരണം അവർ വിമർശിക്കും തോറും ആക്ഷേപിക്കും തോറും ഞാൻ നിന്നെ കൂടുതലായി അനുഗ്രഹിക്കും. പക്ഷെ നീ എങ്കിലേക്ക് നോക്കണം. നീ എങ്കിലേക്ക് നോക്കിക്കൊണ്ട് എന്റെ വഴികളിലൂടെ നടക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിന് അങ്ങനെയാണ് മാറ്റമുണ്ടാവുക. 1985 അങ്ങനെയാണ് മാറ്റമുണ്ടായത്. അതിനാൽ വിമർശനങ്ങളെ ഞങ്ങൾ കാര്യമാക്കാറില്ല. ഞങ്ങൾ ആഹ്ലാദിക്കും. കാരണം വിമർശനങ്ങൾ അധികമാകുന്തോറും അനീതികൾ, അപ്പോൾ ദൈവം കൂടുതലായി അനുഗ്രഹിക്കും. സാത്താൻ ജനങ്ങളിലൂടെ സംസാരിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അങ്ങനെയാണ് ദൈവം ഞങ്ങളെ ഉയർത്തിയത്. മറ്റൊരു കാര്യം കുടുംബമാണ്. ചിലപ്പോൾ കുടുംബത്തിൽ തന്നെ ഭാര്യയോട് ഭർത്താവിന് അസൂയ തോന്നും. കാരണം ഭാര്യയ്ക്ക് ഉയർന്ന ജോലിയുണ്ട്, എല്ലാവരും ഭാര്യയെ ബഹുമാനിക്കുന്നു. ഭർത്താവിന് അപകർഷത തോന്നും. എന്നിട്ട് ഭാര്യയോട് അയാൾ വഴക്കിടും, അവളെ വിമർശിക്കും. ഇത് നേരെ തിരിച്ചും ഉണ്ടാവും. നമുക്കറിയാം, ഇന്നൊരു രാജാവ്, അയാളുടെ ഭാര്യ അതിസുന്ദരിയായിരുന്നു. ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ പിറകെ പോകുന്നു. അത് ഭർത്താവിന് അസൂയ ഉണ്ടാക്കി. എന്നിട്ട് ഒടുവിൽ വിവാഹബന്ധം തകർന്നു. ഭാര്യ കൊല്ലപ്പെട്ടു. അങ്ങനെ കുടുംബം നശിച്ചുപോയി. ഇത് അസൂയ കാരണമുണ്ടായ വിമർശനത്തിൻ്റെ ശക്തിയാണ്. അതിന് കുടുംബങ്ങളെ നശിപ്പിക്കാനാകും. അതാണ് സാത്താൻ ചെയ്യുന്നത് കുടുംബങ്ങൾക്കുള്ളിലും. ഞാനിത് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കുടുംബത്തിലുള്ള പലരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, അന്യായമായി വിമർശിക്കുന്ന ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാർ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് കരയുന്നു. ചിലപ്പോൾ ഭർത്താക്കന്മാർ വലിയ പ്രശ്നത്തിൽ കുടുങ്ങും. അങ്ങനെയുള്ളവർ രോഗികളാവും, തളർന്നു പോകും, ജോലി നഷ്ടപ്പെടും, അങ്ങനെ പലതും. പക്ഷെ ആ സമയത്ത് അവർ പശ്ചാത്തപിക്കും. അങ്ങനെ ഭാര്യ-ഭർത്തൃബന്ധം പുനഃസ്ഥാപിക്കും. ഭർത്താവ് പറയും, എന്റെ കഷ്ടപ്പാടുകളുടെ നടുവിൽ എന്റെ ഭാര്യ എന്നെ സ്നേഹിച്ചു, നിന്നെ വിമർശിച്ചതിന് എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് അവർ ഒരുമിച്ച് ചേരും. ക്രിസ്തുവിൽ
ക്രിസ്തുവിലൂടെ ആ കുടുംബം ഉറപ്പുള്ളതാകുന്നു. അങ്ങനെയാണ് അത് കൊണ്ടുപോകേണ്ടത്. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, എന്നിട്ട് അവരെ സ്നേഹിക്കുക. അങ്ങനെയാണത് തുടരേണ്ടത്. വിമർശനത്തെ ഹൃദയത്തിലേക്ക് എടുക്കുന്ന സമയത്ത് അത് വേദനിപ്പിക്കും. അതുകൊണ്ടാണ് പലർക്കും കുടുംബത്തിലും സന്തോഷം നഷ്ടപ്പെടുന്നത്. ബിസിനസ്സിലോ അഥവാ ജോലി സ്ഥലത്തോ ആരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ അത് മനസ്സിനെ മുറിവേൽപ്പിക്കും. അവര് ജോലി വിട്ടുപോകും. ഞാൻ ബിസിനസ് നിർത്തുകയാണ്, അതെന്നെ കൊല്ലും എന്ന് പറയും, വേദനിപ്പിക്കുന്നു എന്ന് പറയും. സോ അതുപോലെ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും ഒരു സ്ത്രീ, ഞാൻ മീറ്റിങ്ങിൻ്റെ സ്ഥലത്ത് കാറിൽ നിന്നിങ്ങനെ ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് വന്ന് പറഞ്ഞു, സിസ്റ്റർ, നിങ്ങൾ മറ്റ് സ്ത്രീകൾക്ക് മാതൃകയായിരിക്കണം. നിങ്ങൾ ആഭരണങ്ങൾ ഇടരുത്, ഇങ്ങനെ കളർ സാരീസ് ഉടുക്കരുത്, വെള്ള സാരി മാത്രമേ ഉടുക്കാവൂ എന്നൊക്കെ. ഞാൻ വല്ലാതെ വിഷമിച്ചു അവരാ പറഞ്ഞത് കേട്ട്. പിന്നീട് നിങ്ങളുടെ കസിൻ ബ്രദർ പെട്ടെന്ന് എൻ്റെ മുന്നിൽ വന്നിട്ട് അവരെ അവിടെ നിന്നും വലിച്ചോണ്ട് പോയി. ഞാനത് മനസ്സിലേക്ക് എടുത്തു. എന്നിട്ട് പിന്നെ നീ പ്രസംഗിക്കാൻ പോവുകയായിരുന്നു. അന്ന് ഞാൻ വല്ലാതെ തളർന്നുപോയി, ഡിപ്രസ്ഡായി. അതിനാൽ വിമർശനം വല്ലാത്ത വേദനയുണ്ടാക്കും. നാം അത് മനസ്സിലേക്ക് എടുക്കുമ്പോൾ, സ്വീറ്റിക്കും അവളുടെ മിനിസ്ട്രിയുടെ തുടക്കത്തിൽ ജനങ്ങൾ കമൻസ് എഴുതാറുണ്ടായിരുന്നു നെഗറ്റീവായിട്ട്. ഇവളെല്ലാ കമൻസും ഇരുന്ന് വായിക്കും, എന്നിട്ട് മുറിക്കകത്തിരുന്ന് കരയും. വർഷങ്ങൾക്ക് മുൻപായിരുന്നു, നീ ചെറുതായിരുന്നു. അതെ, ഇവളുടെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ. ഞാനന്ന് അവളോട് പറയും, അതൊന്നും വായിക്കരുത്, എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ മതി എന്ന്. ഇന്ന് അവൾ വളരെ ശക്തി നേടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് നിനക്ക് മനസ്സലിവുള്ള ഒരു ഹൃദയമുള്ളത്. മറ്റുള്ളവരെ ജനങ്ങൾക്ക് എങ്ങനെ വേദനിപ്പിക്കാനാവുമെന്ന് മനസ്സിലാക്കി. നീ നോക്കുമ്പോൾ വേദനിക്കപ്പെട്ട അനേകായിരം ജനങ്ങളെ കാണാം. നീ എപ്പോഴും കരയാറുണ്ട്, അവർക്കായി പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം അതുപോലൊരു മനസ്സ് നിനക്ക് തന്നിട്ടുണ്ട്. നീയല്ല, പകരം ദൈവത്തിൻ്റെ ആത്മാവാണ്. അവൻ അനേകം ജനങ്ങളെ ആശ്വസിപ്പിച്ച് സൗഖ്യമാക്കും. സോ നീ വിമർശനങ്ങൾ അനുഭവിച്ചത് നല്ലതാണ്. നിന്റെ ചെറുപ്പകാലത്തും അത് നിന്നെ മറ്റുള്ളവർക്കായി കരയുന്ന ഒരു ദേവദാസിയായി രൂപാന്തരപ്പെടുത്തി. അത് കോടികൾക്കും ആശ്വാസം പകരുന്നു. കോടികൾ നിന്നെ സ്നേഹിക്കുന്നു. സോ വിമർശനങ്ങൾ കൂടുന്തോറും കോടാനുകോടികൾ നിന്നെ സ്നേഹിക്കുന്നു. പലപ്പോഴും ജനങ്ങൾ വിമർശനങ്ങളെ നേരിടുമ്പോൾ അവര് വിചാരിക്കും ഞാൻ അവരോട് ഉത്തരം പറയണമെന്ന്, എന്റെ ഭാഗത്തെ ന്യായം വെളിപ്പെടുത്തണമെന്ന്, അവർക്ക് തെറ്റുപറ്റി എന്ന് തെളിയിക്കണം. എന്നാൽ നാം ജനങ്ങൾക്ക് ഉത്തരം നൽകുന്നതിൽ മാത്രം മുന്നം വെച്ചാൽ ദൈവം നമുക്ക് തന്ന ലക്ഷ്യത്തെ നാം മറക്കുന്നു, ദൈവം തന്ന പ്ലാനിനെ കുറിച്ചും. അതുകൊണ്ട് പോസിറ്റീവ് ആകുന്നതിന് പകരം നാം എപ്പോഴും നെഗറ്റീവിനെയാണ് നോക്കുന്നത്. അതെ, ജനങ്ങൾ എന്ത് പറയുമെന്നാണ് നാം എപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്കായി കരുതിയിരിക്കുന്ന പ്ലാനിൽ നിന്നും മാറിപ്പോകുന്നു. എപ്പോഴും ജനങ്ങളെ സന്തോഷിപ്പിക്കണം, എപ്പോഴും ജനങ്ങളുടെ മുന്നിൽ നിൽക്കണമെന്ന് നാം കരുതും. എന്നിട്ട് ദൈവത്തിന്റെ മുന്നിൽ നിൽക്കാൻ മറന്നുപോകും. തുടക്കത്തിൽ ഞാൻ എല്ലാ കമന്റ്സും വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിക്കും, എന്റെ ഉദ്ദേശം ശരിയാണ്, എന്തുകൊണ്ടാണ് ജനങ്ങൾ അത് മനസ്സിലാക്കാത്തതെന്ന്, അവർക്ക് എന്റെ ഭാഗം തെളിയിച്ചു കൊടുക്കണമെന്നും. പിന്നീട് എനിക്ക് മനസ്സിലായി, ജനങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കാൻ സമയം പാഴാക്കുന്നതിന് പകരം എനിക്ക് ദൈവത്തിൽ നിന്നും കൂടുതൽ നേടണമെന്ന്. ജനങ്ങളോട് ദൈവം എന്നിലൂടെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഞാൻ കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കാൻ തുടങ്ങി, കൂടുതൽ വ്ലോഗ്സും ഉണ്ടാക്കി. അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് ഷെയർ ചെയ്തു കൊടുത്തു, ഉത്തരത്തിനായി കാത്തിരിക്കുന്നവർക്കും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാനായി കാത്തിരിക്കുന്നവർക്കും. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ജനങ്ങളിൽ നിന്നും കൂടുതലായി സ്നേഹം കിട്ടി. സത്യം പറഞ്ഞാൽ അതെന്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചു. ചിലർ എനിക്ക് മെസ്സേജ് അയക്കും, വിമർശകരെ കുറിച്ച് കാര്യമാക്കരുത്, ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് വേണം, കൂടുതൽ വ്ലോഗ്സ് വേണം, ദൈവത്തോടുള്ള ബന്ധം ശക്തമാക്കുന്ന കൂടുതൽ ആർട്ടിക്കിൾസ് വേണം. അപ്പോൾ എനിക്ക് മനസ്സിലാവും, ഇവരെല്ലാം ദൈവം അയച്ചിട്ടുള്ളവരാണ്, അവരിലൂടെ തന്റെ സ്നേഹം കാണിക്കാനും ദൈവത്തിന് വേണ്ടി കൂടുതലായി ചെയ്യാൻ എന്നെ തള്ളിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയാണെന്നും. സോ എനിക്ക് മനസ്സിലായി, റോമർ 12:12 പറയുന്നത് പോലെ പ്രത്യാശയിൽ ആഹ്ലാദിച്ചുല്ലസിക്കണം, പരീക്ഷകളിൽ ക്ഷമ പാലിക്കണം,
എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ബ്യൂട്ടിഫുൾ. അതിനാൽ ഈ കമന്റുകളും ഈ ജനങ്ങളെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് എപ്പോഴും ദൈവത്തോട് ചോദിക്കും. എന്നിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കേണ്ടത്, എന്താണ് ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ടത്, ഇനിയും കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ജനങ്ങൾ എന്ത് പറയുന്നു, ജനങ്ങൾ എന്ത് മാറ്റമാണ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്, എന്നിൽ നിന്നും എന്താണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്, ഇവയെല്ലാം ശ്രദ്ധിക്കുന്നത് നിർത്തി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു. ഇപ്പോൾ എന്റെ മിനിസ്ട്രി എന്തുമാത്രം വലുതായി, എത്ര വ്യാപ്തിയുള്ളതായി എന്ന് ഞാൻ കാണുന്നു. എനിക്ക് കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കാനായി എന്നും ഞാൻ മനസ്സിലാക്കി. സോ ഇതാണ് എല്ലാ വിമർശനങ്ങളിൽ നിന്നും കമന്റുകളിൽ നിന്നും ഞാൻ പഠിച്ചത്. ഇപ്പോൾ ഞാൻ അതൊന്നും നോക്കാറേയില്ല. ദൈവം എന്നോട് ചെയ്യാൻ പറയുന്നതേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. അതെനിക്ക് ഒരുപാട് സമാധാനം തന്നു, ഒരുപാട് ക്ഷമ തന്നു. അതുപോലെ എവിടെ നിന്നാണ് അവർ വരുന്നതെന്ന് ഞാൻ അറിഞ്ഞു, എന്തുകൊണ്ടാണ് അവർ അങ്ങനെ കരുതുന്നത്. എന്നിട്ട് ഇതേ വേദന അനുഭവിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ദുഃഖിക്കുന്നവരെയും കുട്ടികളില്ലാത്തതുകൊണ്ട് അനേകം വർഷങ്ങളായി അപമാനിതരാവുന്ന ധാരാളം സ്ത്രീകളും ഉണ്ട്. പലർക്കും ജോലി നഷ്ടപ്പെട്ടു, വേറൊരു ജോലി ഇനിയും കിട്ടിയിട്ടില്ല. പലരുടെയും വിവാഹം താമസിക്കുന്നതുകൊണ്ട് ഇനിയും വിവാഹം നടന്നിട്ടില്ല. അവർക്കെല്ലാം പല ചോദ്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നു. എല്ലാവരും നാണക്കേട് സഹിക്കുന്നു. എന്നാൽ ദൈവം വാക്ക് തന്നിട്ടുണ്ട്, നിങ്ങളുടെ നാണക്കേടിന് പകരം ദൈവം നിങ്ങൾക്ക് 2 ഇരട്ടി പ്രതിഫലം തരും. അങ്ങനെ ദൈവം ഈ വിമർശനങ്ങളുടെ നടുവിൽ നിന്നും നമ്മെ ഉയർത്തുന്നതായിരിക്കും. ചിലപ്പോൾ ചിലർ പറയും, നിങ്ങളെ തിരുത്താനാണ് ഞങ്ങൾ വിമർശിക്കുന്നതെന്ന്. ഇങ്ങനെ ഒന്നും ചെയ്യാതെ ജീവിതങ്ങളെ നശിപ്പിക്കുന്ന, ജനങ്ങളെ നശിപ്പിക്കുന്നവരെക്കുറിച്ച് നാം വ്യാകുലപ്പെടരുത്. ഇത് എല്ലാവരും നേരിടുന്നുണ്ട്. രാഷ്ട്രപതിക്ക് പോലും ഇതേ അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് ജനങ്ങളുടെ വിമർശനങ്ങളെക്കുറിച്ച് നമ്മൾ വിഷമിക്കരുത്. നാം എപ്പോഴും ദൈവം പറയുന്നത് മാത്രം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പൗൽ 1 തെസ്സലോനിക്കരിൽ 4:11 പറയുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട വചനം, സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കുക, ശാന്തമായ ജീവിതം നയിക്കുക, കൈകൊണ്ട് പ്രവർത്തിക്കുക. വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ കൈകൊണ്ട് പ്രവർത്തിക്കൂ, സ്വന്തം കാര്യം നോക്കൂ. അതാണ് പൗൽ പറയുന്നത്. അയാൾ വീണ്ടും അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, സോ ഞാൻ അവനെ സാത്താന് ഏൽപ്പിച്ചു. ഇനി അവൻ ദൂഷണം പറയില്ല. ഞാൻ അവനെ സാത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് ദൈവം തന്റെ ദാസന്മാർക്ക് നൽകുന്ന ശക്തി. ദൈവദാസനും ദൈവദാസിക്കും അസൂയയും സാത്താന്റെ ആത്മാവുമുള്ള ദൂഷണം പറയുന്നവരെയും വിമർശിക്കുന്നവരെയും സാത്താന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അതാണ് യൂദാസിനും സംഭവിച്ചത്. യൂദാസ് ആത്മഹത്യ ചെയ്ത് ജീവൻ വിട്ടു. അവനെ സാത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ. പിതാവേ, അവൻ ഇപ്പോഴും എൻ്റെ ശിഷ്യനാണ്, എൻ്റെ സുഹൃത്താണ്. എന്നാൽ അതുതന്നെയാണ് ഇന്ന് നമ്മളും ചെയ്യേണ്ടത്. നാം കൂടുതൽ അനുഗ്രഹിക്കും തോറും ദൈവം നമ്മെ കൂടുതലായി വർദ്ധിപ്പിക്കും. അങ്ങനെ നമ്മുടെ ദൃഷ്ടി എപ്പോഴും അവങ്കലായിരിക്കും. യേശു വർദ്ധിക്കും, അപ്പോൾ നാമും വർദ്ധിക്കും, യേശുവിലും യേശുവിൻ്റെ അനുഗ്രഹത്താലും. അങ്ങനെയാണ് ദൈവം നമ്മുടെ കുടുംബത്തെ നിർമ്മിച്ചത്. ഇന്ന് ദൈവകൃപയാൽ നമ്മുടെ കുടുംബത്തിൽ സന്തോഷമുണ്ട്. നാം പരസ്പരം സ്നേഹിക്കുന്നു. അതുപോലെ നിങ്ങൾക്കറിയാമോ, അതിന് പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുന്നു. അവനാണ് ഏറ്റവും വലിയ കറക്റ്റർ. അവൻ ക്രിട്ടിക്കല്ല, കറക്റ്ററാണ്. അവൻ ദൈവവചനത്തിലൂടെ നമ്മെ വഴി നടത്തുന്നു. പ്രവചനത്തിന്റെ ആത്മാവിലൂടെ അവൻ നമുക്ക് വഴി കാട്ടുന്നു. അതാണ് നാം നോക്കേണ്ടത്. ജനങ്ങൾ പറയുന്നതല്ല നോക്കേണ്ടത്, പരിശുദ്ധാത്മാവ് പറയുന്നതാണ്. അതുകൊണ്ട് നാം ദിവസവും വേദപുസ്തകം വായിക്കണം. എന്നിട്ട് പറയൂ, എന്നെ തിരുത്തണമേ, എന്റെ ജീവിതത്തെ അങ്ങേക്കേ അറിയൂ. ദൈവം നമ്മെ വിമർശിക്കുകയില്ല. ബലഹീനതകളെ തരണം ചെയ്യാനുള്ള കൃപ നമുക്ക് നൽകും. സോ നിങ്ങൾ ആത്മാവിൽ നടക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഹിതം പൂർത്തിയാക്കുവാനായും സ്നേഹം ആസ്വദിക്കുവാനായും. കോടികൾ നിങ്ങളെ സ്നേഹിക്കുന്നു, കാരണം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് അതിമനോഹരമായ കുടുംബജീവിതം ഉണ്ടാവട്ടെ. ദൈവം നമുക്ക് മനോഹരമായ അനുഗ്രഹം തന്നിരിക്കുന്നു. സോ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. കിറ്റി, നമുക്ക് പ്രാർത്ഥിക്കാം. മോളെന്റെ കയ്യിലൊന്ന് പിടിച്ചേ. താങ്ക് യു. ബ്യൂട്ടിഫുൾ. പിതാവേ,
ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. വിമർശനത്തിലൂടെ കടക്കുന്നവരെയും അവരുടെ കുടുംബത്തെയും ജോലിസ്ഥലത്തെയും സമൂഹത്തെയും കർത്താവേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ വേദനിപ്പിക്കുന്ന എല്ലാം ഹൃദയത്തിൽ നിന്ന് പുറത്തു വരട്ടെ. അവരെ സൗഖ്യമാക്കണമേ. അവർക്കങ്ങയിലേക്ക് നോക്കാൻ കൃപ നൽകണമേ. നല്ലത് ചെയ്തുകൊണ്ടിരിക്കുവാനും അങ്ങയുടെ ഹിതം പ്രവർത്തിക്കുവാനും അനേകരുടെ സ്നേഹം സമ്പാദിക്കുവാനും കാരണം അവർക്ക് യേശുവിന്റെ സ്നേഹമുണ്ട്. അവർക്ക് സമൃദ്ധി നൽകണമേ. അവരെ വർദ്ധിപ്പിക്കണമേ. അവർ വിമർശിക്കപ്പെടുന്തോറും അവരെ കൂടുതൽ ഉയർത്തണമേ, അനുഗ്രഹിക്കണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്നതിനും അവർ കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാറ്റിനും നടുവിൽ അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സ്നേഹിക്കുന്നതിന് അനുഗ്രഹിക്കണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സോ ഇന്ന് നാം വിമർശനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അത് നമ്മെ ദിശ മാറ്റാൻ അനുവദിക്കരുത്. ദൈവം നമുക്ക് തന്ന യാത്രയിൽ നിന്ന് വഴി മാറരുത്. നാം യേശുവിങ്കിലേക്ക് ദൃഷ്ടി പതിപ്പിക്കണം. സ്നേഹം കൊണ്ട് നമ്മെ പൊതിയുന്ന യേശുവിന്റെ നേരെ നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ ലക്ഷ്യം നമുക്ക് നിറവേറ്റാം. നമ്മെക്കൊണ്ട് കഴിയുന്ന അത്ര നമ്മൾ പ്രവർത്തിക്കുക. വിമർശിക്കുന്നവരെ സ്നേഹിച്ച് അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ ഹൃദയം മുഴുവനും യേശുവാണ്, അല്ലാതെ അവർ കൊണ്ടുവരുന്ന മുറിവുകളല്ല. എല്ലാവരെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കൂ. ദൈവത്തിനായി തുടർന്നും പ്രവർത്തിക്കൂ. അവൻ നിങ്ങളെ വഴി നടത്തും. ഇത് നിങ്ങളെ സഹായിച്ചുവെന്ന് വിശ്വസിക്കുന്നു. വരുന്ന മാസങ്ങളിലും ഇതുപോലുള്ള മറ്റു വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ അറിയിക്കണം. ജീസസ് കോൾസ് യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ മറ്റെല്ലാ സോഷ്യൽ മീഡിയകളിലൂടെയും ഞങ്ങളെ ഫോളോ ചെയ്യണം. അടുത്ത മാസവും ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഈ ഫാമിലി പ്രോഗ്രാം കാണണം. അതുവരെ ദിനകരൻ ഫാമിലി നിങ്ങളോട് ബൈ പറയുന്നു. ബൈ.